ഹലോ, ഞാനിന്നിപ്പോൾ ഒരു ഔട്ടിംഗ് വ്ലോഗായിട്ടാണ് വന്നേക്കണത്. ഔട്ടിംഗ് വ്ലോഗാണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ സിസ്റ്ററിലൂടെ വീട്ടിലേക്കും എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്കുമാണ് പോണത്. ഞാനങ്ങനെ പോകാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റെഡി ആവലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളൊരു കടയിൽ നിന്ന് ഒരു മഞ്ചിൻ്റെ ബോക്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വാഴക്കോട് ഭാഗത്ത് എത്താനൊക്കെ ആയപ്പോൾ ഒരു കരിമ്പ് ജ്യൂസും കൂടി ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇത്താത്തയുടെ വീട്ടിലെത്തി. ഇത്താത്ത ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്നു. ഞങ്ങളങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു. ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ പിന്നെ ടെറസിൻ്റെ മുകളിൽ കയറി. ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നോക്കുമ്പോൾ ലായ്ക്ക് ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. ലായ്ക്കിന് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇങ്ങനെ കളിക്കാൻ ഇങ്ങനെ കുറേ കുട്ടികളുണ്ടാകും. പിന്നെ ഞാൻ കിച്ചണിൽ പോയി നോക്കുമ്പോൾ പഴംപൊരി ഉണ്ടാക്കണമായിരുന്നു താത്ത. പഴംപൊരിയും ബീഫായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നേരെ നമ്മുടെ വീട്ടിലേക്കാണ് വന്നത്. അങ്ങനെ കുറേ നേരം ഫ്രഷ് ആയതിനു ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ രാവിലെ പോകുന്നതിന് മുന്നേ എനിക്ക് 2 ഫ്രെയിം പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ടേബിൾ അങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടാണ് പോയത്. അതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണേണ്. ഇതൊരു വീക്ക്ലി പ്ലാനറാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആഴ്ചയിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഓർത്തിരിക്കണമെങ്കിൽ അങ്ങനെ അത് നോട്ട് ചെയ്യാറുണ്ട്. എനിക്ക് 2 കസ്റ്റമർ പേയ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ ടിക്ക് ചെയ്ത് വെക്കണേണ്. പിന്നെ ഞാനിങ്ങനെ ഫ്രെയിമിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊറിയർ അയച്ച ട്രാക്കിംഗ് ഐഡിയോൾ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ അടുക്കി പറക്കിയിട്ട് ആ ബുക്കിൻ്റെ പുറകിൽ തന്നെ ഇങ്ങനെ വെക്കണേണ്. അതൊക്കെ കഴിഞ്ഞ് ഒരു 9:30-10 മണിയായപ്പോഴേക്കും ഞങ്ങൾ തട്ടുകടയിൽ ദോശ കഴിക്കാൻ പോകണ്ടായിരുന്നു. ഞങ്ങൾ ഇടക്ക് കഴിക്കാൻ പോകണ തട്ടുകട അന്ന് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ വേറൊരു ഷോപ്പിലാണ് പോയത്. ഇവിടുത്തെ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ലായ്ക്കിന് നെയ് റോസ്റ്റ് തൊപ്പി ദോശ പോലെയാണ് ഉണ്ടാക്കി കൊടുത്തത്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയിട്ടാ. ഇന്നിപ്പോൾ ഇത്രയും വിശേഷമുള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.